ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലെഫ്റ്റ് ഓവർ റൈസ് ആയിട്ട് നമ്മളാണെങ്കിൽ ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി സ്നാക്സാണ്. മക്കൾക്ക് ലഞ്ച് ബോക്സിനാണെങ്കിലും കൊടുത്തുവിട്ട് വിടാൻ പറ്റിയതാ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എപ്പോഴും നമ്മളെ വീട്ടിലാണെങ്കിൽ ചോറ് അധികം വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണെങ്കിൽ ഫ്രൈ റൈസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് പതിവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറൻറ്റ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മിക്സി ജാർ എടുക്കുക, 2 കപ്പ് ഞാൻ അളന്ന് നോക്കി കേട്ടോ, 2 കപ്പും പിന്നെ ഒരു ഇച്ചിരി എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അരക്കപ്പ് നമുക്കാണെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ പച്ചമുളക്, മക്കൾ എത്ര എരിവ് കഴിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരക്കപ്പ് തൈരും കൂടി ഇട്ട്, ഇച്ചിരി പുളിയുള്ള തൈര് വേണേ എടുക്കാൻ, അപ്പോഴേ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരുത്തിയുള്ളൂ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിനകത്താണെങ്കിൽ അരക്കപ്പ് റവ വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 15-20 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് റവയാണെങ്കിൽ നന്നായിട്ട് വീർക്കാനുള്ള സമയം അതിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത് ഒരു 20 മിനിറ്റ് സമയം നമുക്കൊന്ന് ആവശ്യം വരും. അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് അതിൻ്റെ കൂടെ പകുതി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി തിക്കാന്ന് തോന്നി കേട്ടോ. അപ്പം അത് കാരണം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമുക്കത് സ്റ്റീമറൊന്ന് റെഡിയാക്കി എടുക്കാം. നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് പ്ലേറ്റിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് എണ്ണയൊക്കെ തടവി വെക്കാം കേട്ടോ. നമുക്ക് തോന്നും നമുക്ക് വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ ബാറ്ററിനകത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു ഡയറക്ഷൻ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചാൽ പാത്രത്തിൽ നമുക്ക് ഗ്രീസ് ചെയ്ത് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റ് നമുക്ക് കഴിയുമ്പോൾ നമ്മളൊന്ന് ഒരു പിച്ചാത്തി പോലെ ഇട്ടൊന്ന് നോക്കണം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാൽ തണുത്ത് കഴിയുമ്പോൾ അത് പീസാക്കി മുറിച്ചെടുക്കാം. നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2-3 കീറി അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചൊക്കെ ഈ നാസ്തിയില്ല, അത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ സാമ്പാർ മസാലയോ അല്ലെങ്കിൽ ഏത് മസാല നിങ്ങളുടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് മല്ലിയിലും കൂടെ വെതറി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ്, നല്ല ഹെൽത്തി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.